ഇന്ന് 6ാം ക്ലാസ്സിലെ സംസ്കൃതം 1ാമത്തെ യൂണിറ്റ് ജീവനം മനോഹരം ജീവിതം മനോഹരം എന്ന യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററായ മധുരം രുചിരം എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ഏകകം 1 എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, ജീവനം മനോഹരം ജീവിതം മനോഹരം എന്നാണ് പറയുന്നത്. സ്നേഹ, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത ഇത്യാദയഃ സദ്ഗുണാഃ മാനവജീവനെ അത്യന്താപേക്ഷിതാഃ ഭവന്തി. അപ്പോൾ സ്നേഹം, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്കത, ഇത്യാദയഃ മുതലായ സദ്ഗുണങ്ങൾ മാനവജീവനെ അത്യന്താപേക്ഷിതാഃ ഭവന്തി. അപ്പോൾ മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുണാൻ ഏതാൻ വിഹായ് മാനവജീവനം അപൂർണം അസുന്ദരം ച ഭവേത്. അപ്പോൾ ഗുണാൻ ഏതാൻ വിഹായ്, അപ്പോൾ ഈ ഗുണങ്ങളില്ലാതെ മാനവജീവനം മനുഷ്യജീവിതം അപൂർണം അസുന്ദരം ച ഭവേത്, അപൂർണവും അസുന്ദരം എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയില്ലാത്തതുമാണ്. അപ്പോൾ നമ്മുടെ സുന്ദരമായ ഒരു ജീവിതമായിരിക്കില്ല എന്നാണ് അവിടെ പറയുന്നത്. ഏതാനാം ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണായി ശാസ്ത്രാനുഗുണ ജീവനായി ഏവം ജീവിത പുരോഗത്യൈ ച ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസഃ അവശ്യം സമാർജനീയോ ഭവേത്. അപ്പോൾ ഏതാനാം ധാർമ്മിക മൂല്യന, അപ്പോൾ ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ സ്വാംശീകരണായ ശാസ്ത്രാനുഗുണ ജീവനായ, അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ എന്താണ് സ്വീകരിക്കുന്നത്, സ്വാംശീകരിക്കുന്നത് ശാസ്ത്രാനുഗുണ ജീവനായ. ശാസ്ത്രാനുഗുണം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നീതിപൂർവമായിട്ടുള്ള ഏവം ജീവിത പുരോഗതി. അപ്പോൾ നീതിപൂർവമായിട്ടുള്ള ഒരു ജീവിത പുരോഗതിക്ക്, അപ്പോൾ ജീവിത പുരോഗതിക്കും ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസ എന്ന് വെച്ചാൽ ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസ എന്ന് വെച്ചാൽ എന്താണ്? ഗുണത്തിന് അധിഷ്ഠ്യമായ, അതായത് ഓരോ മൂല്യങ്ങൾക്കും അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നൊക്കെയാണ് പറയുന്നത്. വിദ്യാഭ്യാസം അവശ്യം സമാജനീയം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിദ്യാഭ്യാസം ആർജിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നമുക്ക് ഈ നേരത്തെ പറഞ്ഞുള്ള ആ മൂല്യങ്ങൾ, ആ ഒരു ധാർമ്മിക മൂല്യങ്ങളെ അത് പഠിക്കുന്നത്, അത് നീതിപൂർവമായി നടത്തുന്നതിനും അങ്ങനെ ജീവിതത്തിനും ജീവിത പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നമ്മൾ ആർജിക്കേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഏത് തർത്ഥം സഹായകാഹ മധുരം രുചിരം ആപദീമിത്രം ശാസ്ത്ര കൗതുകം ചേതി ത്രയഃ പാഠാഃ ഏകകേ അസ്മിൻ സമായോജിതാഃ ഭവന്തി. അപ്പോൾ ഏത് തർത്ഥം സഹായകാഹ, അപ്പോൾ ഈ ഒരു അർത്ഥം, ഇതിനെ നമ്മൾ സഹായിക്കാൻ വേണ്ടി, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഇതിനായി സഹായിക്കുന്ന തരത്തിലുള്ള മധുരം രുചിരം. അപ്പോൾ മധുരം രുചിരം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ആപദീമിത്രം, അപ്പോൾ ആപത്തിൽ സഹായിക്കുന്ന കൂട്ടുകാരൻ, അതാണ് കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഒരു ആശയം തരുന്ന ഒരു യൂണിറ്റ്. പിന്നെ ശാസ്ത്ര കൗതുകം ചേതി ത്രയഃ പാഠാഃ. ഓക്കെ, യൂണിറ്റല്ല പാഠഃ. അപ്പോൾ ശാസ്ത്ര കൗതുകം എന്നിങ്ങനെയുള്ള ത്രയഃ പാഠാഃ 3 പാഠങ്ങൾ ഏകകയസ്മിൻ സമായോജിതാഃ ഭവന്തി. അപ്പോൾ ഈ ഒരു ഏകകത്തിൽ, ഈ ഒരു യൂണിറ്റിൽ ഉണ്ട്. അപ്പോൾ ഈ 3 പാഠങ്ങൾ ചേർന്നിട്ടാണ് 1ാമത്തെ യൂണിറ്റ് ഉണ്ടായിരിക്കുന്നത്. മധുരം രുചിരം, ആപദീമിത്രം, ശാസ്ത്ര കൗതുകം. ഓക്കെ, അപ്പോൾ നമ്മൾ 1ാമത്തെ പ്രഥമഃ പാഠഃ പഠിക്കാൻ പോവാണ്. പ്രഥമഃ പാഠഃ, 1ാമത്തെ പാഠം ഏതാണ്? മധുരം രുചിരം. 1ാമത്തെ പാഠത്തിന്റെ പേരാണ് മധുരം രുചിരം. ഓക്കെ, അപ്പൊ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? മഹതഃ സമൂഹസ്യ നിർമ്മാണായ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഏവ. അപ്പൊ എന്താണ്? മഹതഃ സമൂഹസ്യ നിർമ്മാണായ, അപ്പോൾ മഹത്വപൂർവമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടി ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി, ധാർമ്മിക മൂല്യങ്ങൾ പരിപാലിക്കണം എന്നുള്ളത് ഏവ ആവശ്യമാണ്. അതുകൊണ്ട് മാനവജീവനെ ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണം അവശ്യം ഭവതി. അപ്പൊ അതുകൊണ്ട് മാനവജീവനെ, മനുഷ്യജീവിതത്തിൽ ഈ ധാർമ്മിക മൂല്യങ്ങളെ സ്വാംശീകരിക്കുക അല്ലെങ്കിൽ ആർജിച്ചെടുക്കുക, അതിന്
അതിൻ്റെ ആവശ്യം ഭവതി, അങ്ങനെ ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. തദർത്ഥം സുഭാഷിതാനി മഹദുപകാരകാണി ഭവന്തി. അപ്പോൾ തദർത്ഥം, അപ്പോൾ ആ അർത്ഥം തരുന്ന സുഭാഷിതങ്ങൾ മഹദ് ഉപകാരകാണി ഭവന്തി. അപ്പോൾ ഈ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ധാർമ്മിക മൂല്യങ്ങളെ ആർജിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനെ പാലിക്കുക എന്നുള്ള അർത്ഥം തരുന്ന സുഭാഷിതങ്ങൾ എന്താണ് നമ്മളെ ഒരുപാട് ഉപകരിക്കും. അതായത് ഇങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ ആർജിച്ചെടുക്കാൻ നമ്മളെ ഈ സുഭാഷിതങ്ങളൊക്കെ സഹായിക്കാറുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. താദൃശാനി ത്രീണി സുഭാഷിതാനി പാഠേ അസ്മിൻ പ്രതിപാദ്യന്തേ. അപ്പോൾ താദൃശാനി അത്തരത്തിലുള്ള ത്രീണി സുഭാഷിതാനി, അപ്പോൾ 3 സുഭാഷിതങ്ങൾ പാഠേ അസ്മിൻ പ്രതിപാദ്യന്തേ. അപ്പോൾ എന്താണ് ഈ പാഠത്തിൽ 3 സുഭാഷിതങ്ങൾ, അപ്പോൾ ഈ ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള 3 സുഭാഷിതങ്ങൾ ഇവിടെ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സുഭാഷിതം നമുക്ക് വായിച്ചു നോക്കാം. എന്താ? ഐക്യം ബലം സമാജസ്യ തദ്ഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണിഹി. ഓക്കെ, അപ്പം എന്താ പറഞ്ഞ? ഐക്യം ബലം സമാജസ്യ. അപ്പോൾ സമൂഹത്തിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തൊരുമ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് സമൂഹത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. തദ്ഭാവേ സ ദുർബലഃ. ഓക്കെ, അപ്പോൾ ആ ഭാവം, അപ്പോൾ ഈ ഐക്യം എന്ന് പറയുന്നത് ഇല്ലാത്തവർ ദുർബലരാണ്. തസ്മാത് ഐക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. ഓക്കെ, എന്ന് വെച്ചാൽ തസ്മാത് ഐക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷ. അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ അഭാവത്തിൽ സമൂഹം ദുർബലമായി തീരുന്നു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഐക്യത്തെ ദൃഢമായി പ്രശംസിക്കുകയും പിന്നെ എന്താണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ഐക്യമത്യം മഹാബലം എന്ന് പറയില്ല, അതുപോലെ നമ്മൾ ഒത്തൊരുമയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. അപ്പോൾ അതില്ലാത്തത് ദുർബലമാണ്. അപ്പോൾ അത്തരത്തിൽ ഐക്യത്തോടെ ആയിരിക്കും നമ്മൾ ശ്രമിക്കുക എന്നുള്ളവരാണ് ഒരു ആശയമാണ് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐക്യത്തോടെയുള്ള രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂണിറ്റി വേണം, നമ്മൾ ഐക്യത്തോടെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവരെ അവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ച് കൊടുക്കും, അവിടെ മനസ്സിലാക്കിപ്പിക്കും. അത് ആ ഐക്യത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ പദച്ഛേദഃ തസ്മാത് ഐക്യം. തസ്മാത് പ്ലസ് ഐക്യം എന്നുള്ളതാണ്. തസ്മാത് പ്ലസ് ഐക്യം. അപ്പോൾ ഈ 2 വാക്കുകൾ, തസ്മാതും ഐക്യം എന്നീ 2 വാക്കുകൾ ചേർന്നിട്ടാണ് തസ്മാത് ഐക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അന്വയം അന്വയഃ ഐക്യം സമാജസ്യ ബലം ഭവതി. അപ്പോൾ ഐക്യമാണ് നമ്മുടെ സമൂഹത്തിന്റെ ബലം എന്ന് പറയുന്ന ഐക്യമാണ്. തദ്ഭാവേ സഹ ദുർബലഃ ഭവതി. അതായത് നമ്മൾ തദ്ഭാവേ സഹ, അപ്പൊ അത്തരത്തിലുള്ള ഒരു സമൂഹം, തദ്ഭാവേ സഹ സമാജഃ ദുർബലഃ ഭവതി എന്ന് വെച്ചാൽ ഈ ഐക്യം ഇല്ലാത്ത ഒരു ഇതെന്ന് പറയുന്നത് ദുർബലരാണ്, അതില്ലാത്തത് ദുർബലമാണ്. തസ്മാത് രാഷ്ട്രഹിതൈഷിണഃ ദൃഢം ഐക്യം പ്രശംസന്തി. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രത്തിലുള്ളവരെ ഐക്യത്തെ കൂടുതൽ പ്രശംസിക്കണം എന്നുള്ള ഒരു ാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന്റെ സാരാംശഃ സമൂഹസ്യ ബലം ഐക്യമത്യം ഭവതി. അപ്പൊ അവിടെ പറയുന്നുണ്ട് സമൂഹത്തിന്റെ ബലം എന്ന് പറയുന്നത് ഐക്യമത്യമാണ്. ഓക്കെ, എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്നതാണ് ഐക്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു ടീമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ഫുട്ബോൾ കളിക്കുവാണ്, അപ്പോൾ പോർച്ചുഗൽ, അപ്പോൾ അങ്ങനെ ഒരു ടീമൊക്കെ കളിക്കുവാണെങ്കിൽ ആ ടീമിലെ എല്ലാവരും വേണം, എല്ലാവരും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എങ്കിലേ ആ ടീം വിജയിക്കുക. അതുപോലെ ഇവിടെ ഏതൊരു രാഷ്ട്രമാണെങ്കിലും മുന്നോട്ട് പുരോഗതി പ്രാപിക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഐക്യം വേണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തസ്യ അഭാവേ സമാജഃ ദുർബലഃ ഭവതി. അപ്പോൾ തസ്യ അഭാവേ സമാജഃ ദുർബലഃ ഭവതി. അപ്പോൾ അതിൻ്റെ അഭാവത്തിൽ, അപ്പോൾ ഐക്യമില്ലാത്ത ഒരവസ്ഥയിൽ ആ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ദുർബലരായിരിക്കും, ബലവാന്മാരല്ല ദുർബലരായിരിക്കും ആണ് എന്നാണ്. തസ്മാത് രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഹ ഐക്യം ധ്രുവം പ്രശംസതി. അപ്പോൾ അത്തരത്തില് തസ്മാത്, അതുകൊണ്ട് രാഷ്ട്രഹിതം ഇച്ഛന്ത, അപ്പോൾ രാഷ്ട്രത്തിന്റെ ഹിതം ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രം നല്ല രീതിയിൽ വരണമെന്ന് ഇഷ്ടപ്പെടുന്നവര് പ്രശംസിക്കാൻ ഐക്യത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം, ഐക്യത്തെ കുറിച്ച് കൂടുതൽ പ്രശംസിക്കണം, അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അവിടെ ആ സാരാംശം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. എന്താ പറയുന്നത്? ന കച്ചിതപി ജാനാതി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അർത്ഥം. അപ്പോൾ ജാനാതി എന്ന് വെച്ചാൽ അറിയുക, അപ്പോൾ ആർക്കും അറിയില്ല, ആർക്കും കച്ചിതപി എന്ന് പറഞ്ഞാൽ ആർക്കും, അപ്പൊ ആർക്കും തന്നെ അറിയില്ല
എന്ന് വെച്ചാൽ ഒരാൾക്കും പ്രവചിക്കാൻ ആയിട്ട് കഴിയില്ല. എന്തുവാ? കിം കസ്യ ഷോ ഭവിഷ്യതി, അതായത് കിം കസ്യ ഷോ എന്ന് പറഞ്ഞാൽ നാളെ. അപ്പോൾ നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതഹ, അതുകൊണ്ട് ഷോഹ കരണീയാനി, അതുകൊണ്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങള് കുര്യാതദൈവ ബുദ്ധിമാൻ. അപ്പോൾ ബുദ്ധിമാനായ ഒരാൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. അപ്പോൾ നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടെന്ന് പറഞ്ഞ് നീട്ടി വെക്കാതെ ഇന്ന് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നാളത്തേക്കെന്ന് പറഞ്ഞു വെക്കാതെ ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത് പദച്ഛേദ, പദം ചെയ്താനാണ്. അപ്പൊ കശ്ചിത് അബി, അവിടെ 2 വാക്കുകളുണ്ട്. കശ്ചിത് അധികം അബി. അടുത്ത് ശ്വോ ഭവിഷ്യതി, അപ്പൊ ശ്വഹ അധികം ഭവിഷ്യതി, നാളെ ഭവിക്കുന്നു എന്നുള്ളത്. അടുത്ത് കുര്യാതദൈവ, അപ്പൊ അവിടെ 3 വാക്കുണ്ട്. കുര്യാത്, പിന്നെ അധ, അധികം ഏവ എന്നിങ്ങനെ 3 വാക്കുകളുണ്ട്. ഓക്കെ, ഇനി അതിന്റെ അന്വയ നോക്കാം. കിം കസ്യ ശ്വഹ ഭവിഷ്യതി ഇതി കശ്ചിത് അപി ന ജാനാതി. അപ്പൊ എന്താണ്, നമുക്ക് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അറിയില്ല. അതഹ ബുദ്ധിമാൻ ശ്വഹ കരണീയാനി കരണീയാനി എന്ന് വെച്ചാൽ കാര്യാണി അത്യവ കുര്യാത. അതഹ, അതുകൊണ്ട് ബുദ്ധിമാനായ ഒരാള് ശ്വഹ കരണീയാനി കാര്യാണി, അപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങള് അധ ഏവ കുര്യാത്, ഇന്ന് തന്നെ ചെയ്യുന്നു. സാരാംശം നോക്കാം. ആഗാമിനി നിമിഷേ കിം ഭവിഷ്യതി ഇതി യഹ കോ അപി ന ജാനാതി. അപ്പോൾ ആഗാമിനി നിമിഷേ കിം ഭവിഷ്യതി, അപ്പോൾ ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതഹ ബുദ്ധിമന്തഃ സമൂഹഹിതൈഷിണഃ സജ്ജനാഃ ശ്വസ്തൻ കാര്യേഷു അദ്ദൈവ സജ്ജാഃ ഭവേയുഃ. ഓക്കെ, അപ്പോൾ അതിനാൽ അതുകൊണ്ട് ബുദ്ധിമന്തഃ ബുദ്ധിമാന്മാരും സമൂഹഹിതൈഷിണഃ സമൂഹത്തിന്റെ ഹിതം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നന്മ ആഗ്രഹിക്കുന്നവരുമായ സജ്ജനാഹ സജ്ജനങ്ങൾ ശ്വസ്തൻ കാര്യേഷു എന്ന് വെച്ചാൽ നാളത്തെ ജോലികൾക്ക് നാളത്തെ കാര്യങ്ങൾക്കായി അദ്ദൈവ ഇന്ന് സജ്ജാഹ ഭവേയു ഇന്ന് തന്നെ സജ്ജരാകണം അല്ലെങ്കിൽ സന്നദ്ധരാകണം എന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ ശ്ലോകമാണ്. അവസാനത്തെ ശ്ലോകം എന്താ പറയുന്നത്? സർവഹ സർവം ന ജാനാതി. സർവഹ സർവം എന്ന് വെച്ചാൽ എല്ലാവർക്കും, സർവഹ എല്ലാവർക്കും, സർവം എല്ലാം, ന ജാനാതി അറിയില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാൻ കഴിയില്ല. അപ്പോൾ എല്ലാ വിവരങ്ങളും അറിയുന്നതായിട്ട് ഒരാൾ തന്നെ കാണത്തില്ല. എവിടെയെങ്കിലും ഒരു കാര്യം അറിയെങ്കിൽ വേറൊരു കാര്യത്തിൽ വീക്കായിരിക്കും. അപ്പോൾ എല്ലാ വിഷയങ്ങളും അറിയുന്നതായിട്ട് ആരും തന്നെ ഇല്ല, അവർക്കറിയാൻ കഴിയില്ല. സർവജ്ഞോ നാസ്തി കച്ചൻ. ഓക്കെ, അപ്പം സർവജ്ഞോ നാസ്തി, അപ്പോൾ എല്ലാം അറിയുന്നവനായി അല്ലെങ്കിൽ സർവജ്ഞനായി എല്ലാം അറിയുന്നവനായി ആരും തന്നെ ഇല്ല. നൈകത്ര പരിനിഷ്ഠാസ്തി എന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രമായി, നൈകത്ര പരിനിഷ്ഠാസ്തി ഒരിടത്ത് മാത്രമായിട്ട് പൂർണ്ണത ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ പൂർണ്ണത നിലനിൽക്കുകയില്ല. ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. എന്താണ് ജ്ഞാനസ്യ പുരുഷേ ക്വചിത് എന്ന് വെച്ചാൽ അറിവ് ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. അതായത് ഒരു വ്യക്തിയിലും അറിവിന്റെ കാര്യത്തിൽ ഒരിടത്ത് മാത്രമായി പൂർണ്ണത നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ആ വരികളുടെ അർത്ഥം തരുന്നത്. ഓക്കെ, ഇനി പദച്ഛേദം. നാസ്തി എന്ന് വെച്ചാൽ 2 വാക്കുകൾ ചേർന്നിട്ടാണ് നാ പ്ലസ് അസ്തി. ഓക്കെ, ഇനി പരിനിഷ്ഠസ്തി, അവിടെയും 2 വാക്കുകളാണ്. പരിനിഷ്ഠാഹ അധികം അസ്തി. നൈകത്ര, അവിടെ എന്താണ്, അവിടെ 2 വാക്കുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നാ അധികം ഏകത്ര, അതാണ് നൈകത്ര. ഓക്കെ, അടുത്ത് വിഗ്രഹിച്ചെഴുതാനാണ്. എന്താണ്? സർവജ്ഞ എന്ന് വെച്ചാൽ സർവം ജാനാതി ഇതി സർവജ്ഞ. അപ്പോൾ എന്താണ്, എല്ലാം അറിയുന്നവനാരോ അദ്ദേഹമാണ് സർവജ്ഞൻ എന്നാണ് പറയുന്നത്. എല്ലാം അറിയുന്നവരെയാണ് സർവജ്ഞ എന്ന് പറയുന്നത്. ഇനി അടുത്ത അന്വയം. ഓക്കെ, അപ്പൊ ആ വരികളുടെ ക്രമമാണ് അവിടെ പറയുന്നത്, അന്വയം എന്ന് പറയുന്നത്. ഓക്കെ, സർവഹ സർവം ന ജാനാതി കച്ചൻ സർവജ്ഞ നാസ്തി എന്ന് വെച്ചാൽ സർവഹ സർവം ന ജാനാതി എല്ലാവരും എല്ലാം അറിയുന്നില്ല. എന്താണ്, സർവജ്ഞാനിയായിട്ട് ആരും തന്നെ ഇല്ല. ജ്ഞാനസ്യ ഏകത്ര ക്വചിത് പുരുഷോ വാ പരിനിഷ്ഠ നാസ്തി. അപ്പോൾ ജ്ഞാനസ്യ ഏകത്ര ക്വചിത് പുരുഷോ, അതായത് ഒരിടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ മാത്രമായിട്ട്
ഒരു അറിവിൻ്റെ പൂർണ്ണത ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, ഇനി സാരാംശം നോക്കാം. സർവഹ എന്ന് വെച്ചാൽ സർവം ജനാഹ, സർവേ ജനാഹ എല്ലാ ജനങ്ങളും, എല്ലാവരും, സർവേ ജനാഹ എല്ലാ ജനങ്ങളും, സർവം വസ്തുതത്വം ന ജാനാതി അപ്പൊ എല്ലാ വസ്തുക്കളുടെയും തത്വം, അതായത് യഥാർത്ഥ തത്വം അറിയുന്നില്ല, എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല. തദൈവ കച്ഛൻ പുമാനപി സർവജ്ഞഃ ന ഭവതി. അതുമാത്രമല്ല തദൈവ അതുപോലെ തന്നെ കച്ഛൻ പുമാനപി സർവജ്ഞഃ ന ഭവതി. അപ്പോൾ എന്താണ്, ഒരു മനുഷ്യനും സർവജ്ഞൻ ആകുന്നതും ഇല്ല. അപ്പോൾ എല്ലാം അറിയാവുന്നതായിട്ട് ആരുമില്ല. അപ്പോൾ എങ്ങനെയാ എല്ലാം അറിയുന്ന ഒരു സർവജ്ഞൻ ഉണ്ടാവോ? ഇല്ല. ഏതഃ ജ്ഞാനസ്യ സ്ഥിതിഃ ഏകത്ര സഭായാം വാ ദേശേ വാ തഥാ കസ്മിൻചിത് പുരുഷേ വാ ന വർത്തതേ ഇതി. അപ്പോൾ ഏതഃ ജ്ഞാനസ്യ സ്ഥിതി അപ്പൊ എന്തെന്നാൽ ജ്ഞാനസ്യ സ്ഥിതി എന്ന് വെച്ചാൽ അറിവിന്റെ നിലനിൽപ്പ് ഏകത്ര എന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രമായിട്ട്, അതായത് സഭായാം വാ ദേശോ വാ എന്ന് പറഞ്ഞാൽ അതായത് ഒരു സഭയിലോ അല്ലെങ്കിൽ ഒരു ദേശത്തോ ഒരു രാജ്യത്തോ മാത്രമായിട്ട്, തഥാ അല്ലെങ്കിൽ കസ്മിൻചിത് പുരുഷേ വാ ന വർത്തതേതി ഏതെങ്കിലും ഒരു വ്യക്തിയിലോ മാത്രമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് മാത്രമായിട്ടുള്ളതല്ല. ഇതിങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കണം. ഒരു വ്യക്തിക്ക് ഇത്രയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ വിവരങ്ങൾ അറിയാം, പക്ഷെ നമ്മളില്ലാത്ത വേറൊരു രാജ്യവും വേറൊരു സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാമോ? ഇല്ല. അപ്പൊ നമുക്ക് എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് അവിടെ ആശയം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും മനസ്സിലാകാത്തവർ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഇനി അടുത്ത പഠന പ്രവർത്തനാനി ഉച്ചൈഹ വദതു എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയൂ എന്നാണ്. അപ്പൊ ആദ്യത്തെ ഏതാണ് പിക്ചർ? ഓട്ടോറിക്ഷയുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അതിനെന്താ സംസ്കൃതി പറയുന്നത്? ത്രിചക്രിക. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? കപ്പല. അതിനെന്താ പറയുന്നത്? നൗക. ഇനി അജ എന്ന് പറഞ്ഞ ആട്. അടുത്ത വീണയ്ക്ക് എന്താ സംസ്കൃതത്തിൽ പറയുന്നത്? വീണ എന്ന് തന്നെയാണ്. ലേഖനി എന്ന് വെച്ചാൽ പേന. മഹിഷി ഏതാണ്? എരുമയാണ് മഹിഷി. ഇനി അടുത്തത് വാക്യാനി ഉച്ചൈഹ വദതു ലിഖതു ച. വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കുക, എഴുതുകയും വേണം. ഓക്കെ, മാതാമഹി അജാമാനയതി. അപ്പൊ മുത്തശ്ശി ഇവിടെ ആടിനെ കൊണ്ടുവരുന്നു എന്നാണ് ആ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത പിക്ചറിൽ എന്താ പറഞ്ഞേ? ശാസ്ത്രജ്ഞാഹ വിക്ഷേപണിയും പ്രേഷയന്തി. അപ്പോൾ ശാസ്ത്രജ്ഞന്മാര് വിക്ഷേപണം കാണുന്നു അല്ലെ, അതായത് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ആ ഒരു പിക്ചറാണ്. ഓക്കെ, ഇനി അടുത്തെന്താ ചെയ്യുന്നത്? അടുത്ത് ബാലൻ വീണ എന്ന് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, മുകളിലത്തെ സിനാരി എന്ന് വെച്ചാൽ അജ നമ്മൾ നേരത്തെ എഴുതിയ അജ എന്തായി? അജാമായി. പിന്നെ എന്താണ്? വിക്ഷേപണീം എന്നായി. അപ്പൊ ആ ഒരു ഫോമിൽ വേണം നമ്മൾ ഇവിടെ എഴുതാം. അപ്പൊ ബാലഹ വീണ എന്തായിട്ട് മാറും? ബാലഹ വീണാം വാദയതി. ബാലൻ വീണ വായിക്കുന്നു. അടുത്ത് പിതാമഹ ആകാശവാണി ശൃണോതി എന്നുള്ളത്. അപ്പൊ ആകാശവാണി എന്നുള്ളതിന് പകരം ആകാശവാണിയും ഒരു അമ്മടയാളം കൂടെ കൊടുത്താൽ മതി. അപ്പൊ ഉത്തരം പിതാമഹ ആകാശവാണിയും ശൃണോതി. ഓക്കെ, തീർന്നു. ഇനി അടുത്ത് എന്താണ്? സുഭാഷിതം ഭാവാത്മകതയാ വ്യക്തിശഃ സംഗച്ഛക വാ വിദ്യാലയ സഭായാം ആലവന്തു. ഓക്കെ, അപ്പോൾ ഈ സുഭാഷിതങ്ങൾ വ്യക്തിഗതമായിട്ട് സംഘം ചേർന്ന് ആലപിക്കാനാണ് അടുത്ത ആക്ടിവിറ്റി പറയുന്നത്. അത് ക്ലാസ്സിൽ ചെയ്താൽ മതി. ഓക്കെ, ഐകമത്യം മഹാബലം ഇത്യാശയമധികൃത്യ ലഘുഭാഷണം കക്ഷായാം അവതാരയതു. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയാണ് ഐകമത്യം മഹാബലം എന്ന് വെച്ചാൽ കൂട്ടായ്മ, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ള ആശയത്തെ കുറിച്ച് ലഘുഭാഷണം കക്ഷ്യായം അവതാരയതു. അപ്പോൾ എന്നുള്ള ഒരു ആശയത്തെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ലഘുപ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സൂചന അതിനു വേണ്ടിയിട്ട് കുറച്ച് ബോർഡിലെ വാക്കുകളൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്താണ്? മാനവാനാം പുരോഗത്യൈ, അതായത് മാനവാനാം പുരോഗതി എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി, ലോകസുഖായി ലോകത്തിന്റെ സുഖത്തിനായി, രാഷ്ട്രഹിതായി രാഷ്ട്രത്തിന്റെ ഹിതം
ഇഷ്ടത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് സമാജസ്യ ഉന്നതേഹ, അപ്പോൾ സമൂഹത്തിന്റെ ഉന്നതിക്കായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ സൂചന തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിലൊരു പ്രസംഗം തയ്യാറാക്കാനാണ്. അത് നിങ്ങളുടെ സ്കൂളിലെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗ സ്വീകൃത്യ ഉചിത സ്ഥാനേ ലിഖതു. അപ്പോൾ ചിത്രസ്യ ആശയാനുസാരം, ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ ആശയം അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ് ചിത്രം കൊടുത്തിട്ടുള്ളത്? ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടികളിരിക്കുന്നു, ക്ലാസ്സിലാണ്. മറ്റതെന്താണ്? 4 ഉറുമ്പുകൾ ചേർന്ന് ഒരു കമ്പെടുത്തിട്ട് പോകുന്നു. അപ്പോൾ അതേതായിരിക്കും? ഒന്നാമത്തതെന്ന് വെച്ചാൽ ഏതായിരിക്കും? നമ്മൾ പഠിച്ച ആശയമായിട്ട് ബന്ധപ്പെട്ട ഏതായിരിക്കും? എല്ലാവർക്കും നമ്മൾ പഠിച്ച ശ്ലോകമാണ്. എല്ലാവർക്കും എല്ലാം അറിയാൻ കഴിയില്ല, എന്നാൽ അറിവ് ഒരാളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കൂല എന്നുള്ള ആ ഒരു അർത്ഥം തന്ന സുഭാഷിതം ഏതാണ്? സർവഹ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കച്ചൻ. അപ്പം അതാണ് അവിടെ എഴുതേണ്ട ആ ശ്ലോകമാണ്. ആ ഒരു ഫസ്റ്റത്തെ ഫിഗറിന്റെ താഴെ എഴുതേണ്ട. നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം മാത്രമായിട്ട് അറിയാൻ കഴിയില്ല, അറിവ് ഒരാൾ മാത്രമായിട്ട് ഒതുങ്ങുന്നതും ഇല്ല എന്നുള്ള ഒരു അർത്ഥം തരുന്ന ആ ഒരു സുഭാഷിതമാണ് അവിടെ ഫസ്റ്റ് പിക്ചറിന് താഴെ എഴുതേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉറുമ്പുകൾ. ഒരു ഉറുമ്പിന് ആ ഒരു കമ്പ് എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇവിടെ 4 പേര് ഒരുമിച്ച് കൂട്ടായുള്ള ഒരു പ്രവർത്തനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കൂട്ടായി 4 പേര് പ്രവർത്തിച്ചപ്പോൾ എന്താണ്? ആ വടിയെ എടുത്തിട്ട് പോകാൻ പറ്റുന്നു. അപ്പോൾ ഏത് ശ്ലോകമായിരിക്കും? ഫസ്റ്റത്തെ ശ്ലോകമാണ് പറയുന്നത്. ഫസ്റ്റത്തെ ശ്ലോകം ഏതാണ്? ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകമാണ് ഈ പിക്ചറിന് താഴെ എഴുതേണ്ടത്. ഓക്കെ, ഐക്യം ബലം സമാജസ്യ തദ്ഭാവേ സദുർബലഃ തസ്മാത് ഐക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പിക്ചറിന് താഴെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പദാനാം അർത്ഥം ലിഖതു. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അവിടെ അർത്ഥം എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദുർബലഹ എന്ന് വെച്ചാൽ എന്താണ്? ബലഹീനനാണ്, അതായത് ദുർബലൻ, ബലമില്ലാത്തവൻ അല്ലെങ്കിൽ ശക്തി ഇല്ലാത്തവൻ. അപ്പൊ അതെങ്ങനെയാ സംസ്കൃതത്തിലെ പദം എങ്ങനെ എഴുതാം? ബലഹീനഹ അല്ലെങ്കിൽ ശക്തിഹീനഹ എന്ന് എഴുതാം. അടുത്ത ജാനാതി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുന്നു എന്നാണ്. അറിയുന്നു എന്നുള്ളതിന് അവഗച്ഛതി എന്നാണ് ഒരു വാക്കുണ്ട്. അടുത്ത് മിത്രം എന്ന് വെച്ചാൽ സുഹൃത്തിന് നമുക്ക് എന്തൊക്കെ പറയാം? സുഹൃത്ത് എന്ന് പറയാം, സഖ പറയാം, മിത്രോണി പറയാം. ഓക്കെ, ഇനി അടുത്ത് വിശ്വം ലോകത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊക്കെയാണ്. അപ്പൊ അതിന് നമുക്ക് ജഗത്ത് എന്ന് പറയാം, സംസാരഹ പറയാം. അപ്പോ ഇങ്ങനെ വീണ്ടും കൂടുതൽ അർത്ഥമൊക്കെ കിട്ടും, നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. അടുത്താണ് ദീഹി എന്ന് വെച്ചാൽ ബുദ്ധിക്ക് നമുക്ക് എന്താ പറയാം? ബുദ്ധി, പ്രജ്ഞ, മനീഷ എന്നൊക്കെ പറയാം, അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇനി ഇവിടത്തുള്ള അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവസാനം നമ്മുടെ ഇതിന്റെയൊക്കെ അർത്ഥം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അവസാനം ശബ്ദകോശ എന്ന് പറഞ്ഞ അർത്ഥങ്ങൾ കൊടുക്കുമല്ലോ. അപ്പൊ അതിനകത്ത് ഇവിടെ ഇതിലെ വാക്കുകളൊക്കെ കാണും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അമരകോശമാണ്. അമരകോശം എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ ഇവിടെ ബുദ്ധി എന്ന് പറയുന്ന അതിന്റെ അമരകോശം എന്ന് വെച്ചാൽ സിനോണിംസ് ആണ്. ബുദ്ധിയുടെ പകരം പദങ്ങൾ, പര്യായ പദങ്ങൾ. ഓക്കെ, ബുദ്ധിക്ക് അവിടെ ഒരു വാക്ക് തന്നിട്ട് ബുദ്ധിർ മനീഷ തിഷണി ധീഹി പ്രജ്ഞ ഷേമുഷി മതിഹി. അപ്പോ അതായത് സംസ്കൃതത്തില് ബുദ്ധി എന്ന വാക്കിനോട് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഉപയോഗിക്കും? ബുദ്ധിഹി എന്ന് പറയും, മനീഷ. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒന്ന് എടുത്ത് മുകളിലത്തെ ആക്ടിവിറ്റിയിൽ ചെയ്താലും മതി. ദീഹ അവിടെ ചോദിച്ചിട്ടുണ്ട്, ബുദ്ധി എന്ന് പറഞ്ഞ് അല്ലേ? അപ്പൊ അതിന്റെ വാക്കുകൾ ഇതിലേതെങ്കിലും എടുത്തെഴുതിയാലും മതി. ഓക്കെ, ഇതിലുള്ളതിൽ നിന്ന് ഏത് വേണം എടുത്തെഴുതാം. ബുദ്ധിഹി എഴുതാം, മനീഷ, ദിഷണ, ദീഹ, പ്രജ്ഞ, ഷേമുഷി, മതിഹി. ഓക്കെ, മതിഹ ഇതൊക്കെ ബുദ്ധിക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നാമരൂപാണി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വീണ എന്ന് പറഞ്ഞ ഈ ബോക്സിനകത്ത് വീണ എന്ന് പറയുന്ന ഇത് നാമപദം എന്ന് വെച്ചാൽ അതിന് പറയുന്ന പേര് അല്ലെ? അപ്പൊ നാമപദം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ ഇവിടെ ഒരു എക്സാമ്പിൾ വീണ എടുത്തിരിക്കുവാണ്. അതിന്റെ എന്താണ്? നാമരൂപങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ വീണ എന്ന് പറയുന്നത് പറയുമ്പോ തന്നെ ഉണ്ട് വീണ. അപ്പൊ അവസാനം ആ എന്ന് ഉച്ചരിക്കുന്ന ഒരു സ്ത്രീലിംഗ പദമാണ് വീണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനി നമ്മുടെ സംസ്കൃതത്തില് 7 വിഭക്തികളുണ്ട് അല്ലെ? 7 വിഭക്തികളിലും ഇനി സംബോധന, നമ്മളിങ്ങനെ ഒരാളെ സംബോധന ചെയ്യുമ്പോഴും 3 വചനങ്ങൾ
രൂപങ്ങളിൽ, അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ രൂപങ്ങളിലൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇനി പ്രഥമാ വിഭക്തി വീണ. ഒരു വീണയാണെങ്കിൽ വീണ എന്ന് പറയും. 2 വീണകളാണെങ്കിൽ 2 വീണ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വീണേ. ഓക്കെ, ഇനി ഒരുപാട് വീണകളുണ്ട്, കുറേ വീണ ഉണ്ടെങ്കിൽ വീണാഹ എന്ന് പറയാം. ഓക്കെ, ഇനി സംപ്രഥമ എന്ന് വെച്ചാൽ സംബോധന പ്രഥമ, അതിനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ സംബോധന ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറയും ഹേ വീണേ, ഹേ വീണേ, ഹേ വീണാഹ. അപ്പൊ അതിന് അക്കോർഡിംഗ്ലി പറയുന്ന ഹേ വീണേ, ഹേ വീണേ, ഹേ വീണാഹ. ഓക്കെ, ഇനി ദ്വിതീയ വിഭക്തിയാണ് വരുന്നതെങ്കിൽ എങ്ങനെ പറയും? വീണയെ എന്നുള്ളതിന് അപ്പൊ ഒരു വീണയെ നമുക്ക് ആ വീണയെ എന്ന് പറയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണാം. അപ്പം 2 വീണകൾക്ക് വീണേ. ഇത് ഞാൻ ഇനി എപ്പോഴും എടുത്ത് പറഞ്ഞില്ല, ആ അക്കോർഡിംഗ്ലി അതനുസരിച്ച് ആ ഓർഡർ പറയാം. അപ്പൊ വീണാം, വീണേ, വീണാഹ. ഇനി തൃതീയ വിഭക്തി വരുമ്പോൾ എന്താണ്? തൃതീയ വിഭക്തി വരുമ്പോൾ ഒരു വീണ വീണയാൽ അല്ലെങ്കിൽ വീണ കൊണ്ട് എന്ന് പറയുന്നതിന് വീണയാ എന്നാണ് പറയുന്നത്. അപ്പോൾ വീണയാൽ അല്ലെങ്കിൽ വീണ കൊണ്ട് എന്നുള്ളതിന് വീണയാ. അപ്പോൾ എന്താണ് അടുത്തെങ്ങനെ വരും? വീണാഭ്യാം, വീണാഭിഹി. ഓക്കെ, അപ്പോൾ ഒരു വീണ ആണെങ്കിൽ വീണ കൊണ്ട്, അപ്പോൾ 2 വീണകൾ കൊണ്ട്. ഓക്കെ, ഇനി ഒരുപാട് വീണകൾ കൊണ്ടാകും വീണാഭിഹി എന്ന് പറയും, ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ചതുർത്ഥി വിഭക്തിയിൽ എങ്ങനെ പറയും? വീണയ്ക്കായി, വീണയ്ക്കായി എന്നുള്ളതിന് വീണായൈ. ഓക്കെ, അപ്പം മറ്റേ 2 എങ്ങനെ മാറും? വീണാഭ്യാം, വീണാഭ്യഹ. ഓക്കെ, അടുത്ത പഞ്ചമി വിഭക്തി. പഞ്ചമി വിഭക്തിയിലാവുമ്പോൾ വീണയിൽ നിന്ന് എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? വീണായാഹ. വീണയിൽ നിന്ന്, ആ വീണയിൽ നിന്ന് നല്ല ഇമ്പമുള്ള സ്വരം കേട്ടു എന്ന് പറയില്ല. അപ്പോൾ വീണയിൽ നിന്ന് എന്ന് പറയാൻ വീണായാഹ. അപ്പം ബാക്കി 2 എന്തും? വീണാഭ്യാം, വീണാഭ്യഹ. ഓക്കെ, ഇനി ഷഷ്ടി വിഭക്തി വരുമ്പം എന്താണ്? വീണയുടെ. ആ വീണയുടെ എന്ന് നോക്കൂ എന്നൊക്കെ പറയില്ല, ആ വീണയുടെ. അപ്പോൾ വീണയുടെ എന്ന് പറയുമ്പോൾ വീണായാഹ. ഓക്കെ, മറ്റത് 2 വീണാഭ്യാം, വീണാഭ്യഹ, അത് തന്നെ സെയിം. ഓക്കെ, അടുത്ത ഷഷ്ടി വിഭക്തിയിൽ വീണയുടെ, ഷഷ്ടി വിഭക്തിയിൽ വരുമ്പോൾ അത് തന്നെ വീണായാഹ, വീണായോഹ. മറ്റത് 2 മാറ്റം വരും, വീണായോഹ, വീണാനാം. ഓക്കെ, ഇനി സപ്തമി വിഭക്തി വരുമ്പം വീണയിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? വീണായോഹ, വീണാസു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് ധാതുരൂപാണിയാണ്. ധാതുരൂപാണിയിൽ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഞാ എന്ന് പറഞ്ഞാൽ അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു ധാതുവിന്റെ ലെറ്റ് ലകാര അല്ലാതെ പ്രസന്റ് ടെൻസ് രൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്, പ്രസന്റ് ടെൻസിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സംസ്കൃതത്തിൽ എന്താണ്? പേഴ്സൺസ് 3 പേഴ്സൺസും 3 നമ്പേഴ്സ്, അത് വചനങ്ങളും അല്ലേ? 3 വചനങ്ങളും ഉണ്ട്, 3 പുരുഷന്മാരും ഉണ്ട്. അപ്പം അത് ഏതാണ്? ആദ്യം പ്രഥമ പുരുഷ എന്ന് വെച്ചാൽ 3rd പേഴ്സൺ. അതിനകത്ത് അതായത് ഇപ്പോൾ ഇതെങ്ങനെ മാറുന്നു എന്നാണ് പ്രഥമ പുരുഷയിൽ. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് എങ്ങനെ മാറുന്നു? ജാനാതി. ഏകവചനമാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അറിയുന്നു എന്നാണ്, അറിയുന്നു. ഓക്കെ, അടുത്ത ജാനീദഹ എന്ന് വെച്ചാൽ അത് ദ്വിവചനമാകുമ്പോൾ അവർ 2 പേരും അറിയുന്നു, അപ്പോൾ ജാനീദഹ എന്നാണ് വരേണ്ടത്. ഇനി അവരെല്ലാവരും അറിയുന്നു എന്നുള്ളതിനാണെങ്കിൽ ജാനന്തി, ബഹുവചനം. അപ്പോൾ ജാനന്തി. അപ്പോൾ ഏകവചനമാണെങ്കിൽ ജാനാതി, ദ്വിവചനമാണെങ്കിൽ ജാനീദഹ, ബഹുവചനമാണെങ്കിൽ ജാനന്തി. ഓക്കെ, ഇനി മധ്യമ പുരുഷ, 2nd പേഴ്സൺ. ഓക്കെ, അപ്പോൾ 2nd പേഴ്സൺ പറയുകയാണെങ്കിൽ മധ്യമ പുരുഷനാണ് വരുന്നതെങ്കിൽ എന്താ? നീ അറിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും അറിയുന്നു, നിങ്ങൾ എല്ലാവരും അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീ അറിയുന്നു എന്നുള്ളതിന് എന്താണ്? ജാനാസി. ഓക്കെ, ജാനാസി. നിങ്ങൾ 2 പേരും അറിയുന്നു എന്നുള്ളതിന് ജാനീദഹ, ദ്വിവചനം. അടുത്ത് ബഹുവചനം ആകുമ്പം ജാനീദ്. ഓക്കെ, ഇനി ഉത്തമ പുരുഷ, അതിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ ഏകവചനമാണ്. അപ്പം ഞാൻ അറിയുന്നു, എൻ്റെ കാര്യം. ഓക്കെ, മറ്റേത് 3rd പേഴ്സൺ, രണ്ടാമത് 2nd പേഴ്സൺ അറിയുന്നത്, ഇത് 1st പേഴ്സൺ, അതാണ് ഞാൻ. അപ്പം ഞാൻ അറിയുന്നു എന്നെങ്ങനെ പറയാം? ജാനാമി. അപ്പോൾ ഏകവചനമാകുമ്പോൾ അപ്പം ഞാൻ മാത്രമാണെങ്കിൽ എന്താ? ഞാൻ പറയുവാണ്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ അറിയുന്നു എന്ന് ആണെങ്കിൽ അപ്പം അറിയുന്നു, ജാനാമി എന്ന് പറയണം. അപ്പോൾ 2 പേരുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് ഞങ്ങൾ 2 പേരും അറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ ദ്വിവചനമാണ്, അവിടെ എന്ത് ചെയ്യും? ജാനീവഹ. ഇനി എന്താ? ബഹുവചനം വരുമ്പോൾ എല്ലാവരും അറിയുന്നു എന്നുള്ളത്, ഞങ്ങൾ എല്ലാവരും അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട, ഞാക്ക് പകരം ഉപയോഗിക്കേണ്ടത് അതുമാണ് ജാനീമഹ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ,
ഇനി അടുത്ത് കുറച്ച് ശബ്ദകോശമാണ് തന്നിട്ടുള്ളത്, വായിച്ചാൽ മതി. വാക്കുകളും വാക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ സംസ്കൃതവും മലയാളവും പിന്നെ ഇംഗ്ലീഷും കന്നഡയൊക്കെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി. അദഹ എന്ന് പറഞ്ഞാൽ ആ കാരണത്താൽ, അല്ലെങ്കിൽ സോ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് മലയാളം മാത്രം പറയുന്നു. അദ്ദ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഐക്യം നമുക്കറിയാം. കുര്യാത് ചെയ്താലും, ജാനാതി മനസ്സിലാക്കുന്നു, ദൃഢം എന്ന് വെച്ചാൽ ഉറപ്പായും, പ്രശംസന്തി അഭിനന്ദിക്കുന്നു, രാഷ്ട്രഹിതൈഷിണഹ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നു, ശ്വഹ എന്ന് വെച്ചാൽ നാളെ, സമാജസ്യ സമൂഹത്തിൻ്റെ, സർവജ്ഞഹ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, പരിനിഷ്ഠ നിലനിൽപ്പ്. അപ്പോൾ ഇതിൻ്റെ സംസ്കൃത വാക്കുകൾ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത് അനുബന്ധമാണ്. ഓക്കെ, അനുബന്ധം തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്താ അധിക വാചന അംശ. അപ്പോൾ അധിക വായനയ്ക്കുള്ള ഒരു ഭാഗമാണ് തന്നിട്ട്, അഡീഷണൽ. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നാമതൊരു ശ്ലോകം തന്നിട്ടുണ്ട്. എന്താണ്? ഭാഷാസു മധുരാ മുഖ്യ ദിവ്യ ഗീർവാണ ഭാരതി. അപ്പോൾ എന്ന് വെച്ചാൽ ഭാഷകളിൽ മധുരമായതും, അതായത് സ്വീറ്റ് ആയിട്ടുള്ളതും, ഏറ്റവും നല്ല ഭാഷ, മധുരമായ ഭാഷയും മുഖ്യ പ്രധാനപ്പെട്ടതും ദിവ്യമായതുമായ ഭാഷയാണ് ഗീർവാണ ഭാരതി. ഗീർവാണ ഭാരതി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സംസ്കൃതത്തെ കുറിച്ചാണ് പറയുന്നത്, സംസ്കൃത ഭാഷയെക്കുറിച്ച്. തസ്യാം ഹി മധുരം കാവ്യം തത്രാപി ച സുഭാഷിതം. ഓക്കെ, അപ്പോൾ ഇനി അവിടെ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? തസ്യാം ഹി, അതിൽ തന്നെ, മധുരം കാവ്യം തത്രാപി ച സുഭാഷിതം. എന്നാൽ അതിൽ തന്നെ എന്താണ്? കാവ്യങ്ങൾ, മധുരം കാവ്യം. അപ്പോൾ മധുരമുള്ള കാവ്യങ്ങൾ ഏറെയുണ്ട്. ആ കാവ്യങ്ങളെക്കാൾ ഏറെ മധുരമുള്ളതാണ് അതിലെ സുഭാഷിതങ്ങൾ. സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ല വചനങ്ങളെയാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുഭാഷിതം. അതിൽ ഏറ്റവും മധുരമുള്ളത് സുഭാഷിതമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് കൊടുത്തിട്ടുള്ളത് അധികതാംശ. അതായത് നമ്മൾ പഠിച്ച എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പഠിച്ചു എന്നാണ്. എന്താണ്? സുഭാഷിതം സതാളം ആലപത്, സുഭാഷിതങ്ങൾ നല്ല താളത്തിൽ ആലപിച്ചു. ലഘുഭാഷണ മകരോത്, അല്ലെ ലഘു പ്രസംഗം നടത്തി, ക്ലാസ്സിൽ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്തി. അടുത്ത് പദാനാം അർത്ഥം അലിഖത്ത്, അത് ശബ്ദകോശത്തിൽ പദങ്ങളുടെ അർത്ഥം അല്ല, ശബ്ദകോശത്തിലെ ആക്ടിവിറ്റിയിലൊന്നിലും പദങ്ങളുടെ അർത്ഥം നമ്മൾ എഴുതി. അടുത്ത് സുഭാഷിതസ്യ ആശയം അവഗച്ഛിത്, സുഭാഷിതത്തിന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ചെയ്തു. അടുത്ത ആശയാനുസരം സുഭാഷിത ആലിഖത്ത്. ഓക്കെ, ആശയത്തിനനുസരിച്ച് സുഭാഷിതം എഴുതി എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ചെയ്തെന്നാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞൊരു കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അധോദത്തി സുഭാഷിതേ സൂചിതസ്യ കസ്യചൻ പക്ഷിണഃ ചിത്രം അത്ര ദത്തമസ്തി ബിന്ദൂൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം കരോ. ഓക്കെ, അപ്പോൾ അധോദത്തി സുഭാഷിതേ സൂചിതസ്യ, അപ്പോൾ താഴെ ഒരു സുഭാഷിതത്തെ സൂചിപ്പിച്ചിരിക്കുന്ന കസ്യചൻ പക്ഷിണഃ, ഒരു പക്ഷിയുടെ ചിത്രം അത്ര ദത്തമസ്തി, അവിടെ തന്നിട്ടുണ്ട്. ഒരു പക്ഷിയുടെ ചിത്രം അവിടെ അടുത്ത പേജിലാണത്. ഓക്കെ, തന്നിട്ടുണ്ട്. ബിന്ദൂൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം കരു. അപ്പോൾ അവിടെ ബിന്ദുക്കൾ യോജിപ്പിച്ച്, അവിടെ കുത്തു ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അത് യോജിപ്പിച്ച് ആ ചിത്രത്തിന് നല്ലൊരു കളറൊക്കെ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ സുഭാഷിതം തന്നിരിക്കുന്നത്? ഇത് നല്ലതാണ്. എന്താണ്? കാകദൃഷ്ടിർ ഭഗത്യാനം ശ്വാനനിദ്ര തദൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താണെന്നാണ് ഈ ഒരു സുഭാഷിതത്തിൽ പറയുന്നത്. എന്താന്ന് വെച്ചാൽ എന്താണ്? കാകദൃഷ്ടി എന്ന് വെച്ചാൽ കാക്കയെ പോലെ ദൃഷ്ടി, സൂക്ഷ്മ ദൃഷ്ടി. കാക്കകൾ കണ്ടിട്ടില്ലേ മരത്തിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് സൂക്ഷിച്ച് നോക്കും, എന്താ എവിടെ കിട്ടും എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ കാക്കയെ പോലെ സൂക്ഷ്മ ദൃഷ്ടി വേണം. പിന്നെന്താണ്? ഭഗത്യാനം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? കൊക്കിനെ പോലെയുള്ള എന്താ ഏകാഗ്രത, ധ്യാനിക്കണം. കൊക്ക് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒറ്റക്കാലിൽ ധ്യാനിക്കുക, അതുപോലെ ധ്യാനം വേണം. പിന്നെ ശ്വാനനിദ്ര എന്ന് വെച്ചാൽ പട്ടി അല്ലെങ്കിൽ നായ. ഓക്കെ, അപ്പോൾ നായയെ പോലുള്ള, ഇപ്പോൾ പട്ടിയുടെ പോലുള്ള അല്ലെങ്കിൽ നായയെ പോലുള്ള ഉറക്കം. നമുക്കറിയാം, നമ്മൾ എന്താ പട്ടികളുടെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ഉറങ്ങുന്ന പോലെ തോന്നും, പക്ഷെ അത് പെട്ടെന്ന് എന്താണെന്ന് ഒരു ദൂരെ നിന്ന് ഒരു ശബ്ദം കേട്ടാൽ പോലും അതിന് പെട്ടെന്ന് അറിയാൻ പറ്റും, അത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര രീതിയിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതുപോലുള്ള ഉറക്കം, അതായത് ജാഗ്രതയോടെയുള്ള ഉറക്കമാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും നമ്മൾ ഉണരണം, അല്ലാതെ ചത്ത് കിടന്ന് ഉറങ്ങരുത്. ഓക്കെ, അത് വേണം. ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്. അടുത്ത് എന്താണ്? അല്പാഹാരം. പിന്നെ അതുപോലെ തന്നെ മിതമായിട്ട് ആഹാരം കഴിക്കുക, അല്ലാതെ വയർ നിറച്ച് എങ്ങനെ കഴിക്കരുത്. മിതമായിട്ട് ആഹാരം, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുക. ജീർണവസ്ത്രം. ഓക്കെ, ജീർണവസ്ത്രം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീർണിച്ച വസ്ത്രമല്ല, എളിമയുള്ള വസ്ത്രധാരണം, എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ്. ഇതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ
നമ്മളിവിടെ പാഠഭാഗവും ആക്ടിവിറ്റീസും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇനി 6ാം ക്ലാസ്സിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ചാർവി സൈനിങ് ഓഫ്.